അല്ല, വലിയൊരു സംഘടന, വിജയിച്ച മാതൃകളുടെ സംഘടന, വിജയിപ്പിച്ച നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തിപരമായ നേട്ടമൊന്നുമല്ലല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണയോടുകൂടി വിജയിപ്പിക്കാൻ സാധിക്കും. ഒരു സമൂഹം മുഴുവനും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് NDAയുടെ മേയർ സ്ഥാനാർത്ഥി ഉള്ളത്. വോട്ടെടുപ്പിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മാധ്യമങ്ങളടക്കം പുറത്തേക്ക് പോകണമെന്നുള്ള നിർദ്ദേശമുണ്ട്. എന്തായാലും വോട്ടെടുപ്പിന്റെ ഫലം അധികം വൈകാതെ തന്നെ പുറത്തു വരും. പ്രശാന്ത് കൃഷ്ണ ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രശാന്ത്, VV രാജേഷ് സംസാരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വോട്ടെടുപ്പിനുള്ള നടപടികൾ അകത്ത് കൗൺസിൽ ഹാളിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ, 3 മുന്നണിയിലെ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ എത്തിയിരുന്നു. നമുക്കറിയാം VV രാജേഷിൻ്റെ പേരിലേക്ക് എത്തിയത് വളരെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു. ശ്രീലേഖയുടെ പേരിനായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുൻതൂക്കം. പക്ഷേ VV രാജേഷിൻ്റെ പേരിലേക്ക് ഇന്നലത്തെ പകൽ മാറി മറിഞ്ഞതിൻ്റെ നാടകീയമായ സംഭവവികാസങ്ങളിൽ ഏറ്റവും നിർണായകമായ പങ്ക് RSSനും അതുപോലെ തന്നെ V മുരളീധര പക്ഷത്തെ നേതാക്കളുടെ കേന്ദ്രത്തിലുള്ള ഇടപെടലുമായിരുന്നു. അപ്പോൾ V മുരളീധരൻ അല്പം മുൻപ് ഇവിടെ എത്തി. ഇനി K സുരേന്ദ്രൻ നഗരസഭാ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പിൽ ഏറ്റവും പ്രധാനം 50 വോട്ടുകൾ BJPക്ക് ഉറപ്പാണ്. 29 വോട്ടാണ് LDFിനുള്ളത്. UDFന് 19. 2 സ്വതന്ത്രന്മാരുണ്ട്. 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ ആർക്കാണ് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൽ BJP ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ണമൂല വാർഡിൽ നിന്ന് വിജയിച്ച അംഗത്തിൻ്റെ വോട്ടാണ് BJP ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ UDF സ്വതന്ത്രൻ്റെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല. അത് മാത്രമല്ല, ഈ 2 സ്വതന്ത്രന്മാരും ആർക്കെങ്കിലും അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്നതും അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ അവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം ഏറ്റവും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന കക്ഷിയുടെ മേയർ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്ക് മേയറാകാൻ സാധിക്കും, ഡെപ്യൂട്ടി മേയറാകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രതിസന്ധിയില്ല. തീർച്ചയായും 50 വോട്ട് BJPക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ VV രാജേഷ് വോട്ടെടുപ്പിന് ശേഷം മേയറാകും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ശേഷം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ആശാനാഥും ഡെപ്യൂട്ടി മേയറാകും. UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി അവർ തീരുമാനിച്ചിരിക്കുന്നത് KS ശബരിനാഥനെയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് മേരി പുഷ്പത്തെയും. അതുപോലെ തന്നെ LDF മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് മുതിർന്ന കൗൺസിലർ കൂടിയായ RP ശിവജിയുടെ പേരാണ്. തിരികെ എത്താം. അവിടെ പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശദാംശങ്ങൾ നൽകിയത് പ്രശാന്ത് കൃഷ്ണയാണ്.